അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഖവാത്തിർ എന്ന പുസ്തകത്തിലെ ഹലാവത്തുൽ അസ്ൽ എന്ന പാഠമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഹലാവത്തുൽ അസ്ൽ, തേനിൻ്റെ മധുരം. ഹലാവ എന്ന് പറഞ്ഞാൽ മധുരം, അസ്ൽ തേൻ. യുഹ്ക അന്ന റജുലൻ ഖാന യതമശാ ഫി അദ്ഗാലി അഫ്രീഖിയ. യുഹ്ക പറയപ്പെടുന്നു, അന്ന റജുലൻ നിശ്ചയം ഒരു പുരുഷൻ, ഖാന യതമശ അദ്ദേഹം നടക്കുകയായിരുന്നു, ഫി അദ്ഗാലി അഫ്രീഖിയ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ. ദഗല് ജം അദ്ഗാൽ എന്ന് പറഞ്ഞാൽ കാടാണ്, ഇടതൂർന്ന മരങ്ങളുള്ള വൻ കാടുകൾക്കാണ് അദ്ഗാൽ എന്ന് പറയാം. അപ്പോൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ ഒരു പുരുഷൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഹൈസു തബിഅത്തുൽ ഖല്ലാബ, വളരെ ആകർഷണീയമായ ഒരു പ്രകൃതിയായിരുന്നു. വഹൈസു തമ്പത്തുൽ അസ്ജാറു തവീല, അതുപോലെ അവിടെ വളരെ നീളമുള്ള മരങ്ങളൊക്കെ അവിടെ മുളച്ചിരുന്നു. ബിഹക്കുമി മൗക്കിഅ ഫി ഖത്തുൽ ഇസ്തിവ, അതോടൊപ്പം ആ സ്ഥലം എന്നുള്ളത് ഭൂമധ്യരേഖ, ഇക്വേറ്റർ. ഖത്തുൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ, ഭൂമധ്യരേഖയുടെ അടുത്തായിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മരങ്ങൾക്കൊക്കെ വളരെ നീളവും അതുപോലെ ആകർഷണീയമായ ഒരു പ്രകൃതിയൊക്കെയുള്ള കാടായിരുന്നു അത്. വകാന യതമത്തഉ ബി മൻദറിൽ അസ്ജാർ, ഈ പുരുഷൻ കാട്ടിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള മരങ്ങളുടെയൊക്കെ കാഴ്ച ആസ്വദിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. വഹിയ തഹ്ജുബു അശിഅത്തൽ ഷംസി മിൻ കസാഫത്തിഹ, അവിടെയുള്ള മരങ്ങൾ വളരെ തിക്കായിട്ട് നിൽക്കുന്നത് കാരണം, ഇടതൂർന്ന് നിൽക്കുന്നത് കാരണം സൂര്യപ്രകാശത്തെ മറച്ചിരുന്നു. മരങ്ങളുടെ ഇലകളൊക്കെ കൂടുതലുള്ളത് കാരണം സൂര്യപ്രകാശം താഴെ ഭൂമിയിലേക്ക് എത്താൻ പ്രയാസമായിരുന്നു, അതിന് മറനിന്നിരുന്നു. വയസ്തംതിഉ ബിതഗ്രീദിൽ അസാഫീർ, ഈ മനുഷ്യൻ അവിടെ കുരുവികളുടെ രാഗങ്ങൾ, കുരുവികളുടെ ശബ്ദങ്ങൾ ഒക്കെ ആസ്വദിച്ച് നടക്കുകയായിരുന്നു. വയസ്തൻഷിക്കു അബീറ സുഹൂർ, അതോടൊപ്പം തന്നെ പൂക്കളുടെ സുഗന്ധങ്ങൾ ശ്വസിച്ചിരുന്നു. സ്തൻഷക്ക എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക, അബീർ സുഗന്ധം, അസുഹൂർ സഹർ ജമ സുഹൂർ പുഷ്പങ്ങൾ. ആ കാട്ടിലുള്ള പുഷ്പങ്ങളുടെ സുഗന്ധങ്ങൾ ശ്വസിച്ചുകൊണ്ട് അവിടെയുള്ള പക്ഷികളുടെ, കുരുവികളുടെയൊക്കെ പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. അല്ലതീ തൻതുജു മിൻഹ അറവാഇഉ സക്കിയ, ആ പുഷ്പങ്ങളിൽ നിന്നും പുറത്തു വരുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നല്ല പരിശുദ്ധമായ സ്മെല്ല് ശ്വസിച്ചുകൊണ്ട് ഇദ്ദേഹം നടക്കുകയാണ്. വബൈനമാ ഹുവ മുസ്തംതിഉൻ ബിതിൽകൽ മനാളിർ, ആ കാഴ്ച ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സമിഅ സൗത അദുവിൻ സരീഅൻ, ഒരു വേഗത്തിൽ ചാടി വരുന്ന ഒരു ശബ്ദം, വേഗത്തിൽ ചാടുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ അദുവ എന്ന് പറഞ്ഞാൽ ചാട്ടം അല്ലെങ്കിൽ ഓട്ടം എന്നൊക്കെയാണ്, റേസ്, ഓടുന്ന ഒരു ശബ്ദം ഇദ്ദേഹം കേട്ടു. സൗത്ത് ഫിസ്ദിയാദിൻ, ശബ്ദം ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളുഹൻ, വ്യക്തമായി വരികയാണ്. ശബ്ദം ആദ്യം ചെറുങ്ങനെ കേൾക്കുന്നു, പിന്നെ അതിങ്ങനെ കൂടി പിന്നെ അത് വ്യക്തമായി കേൾക്കുകയാണ്. എന്തോ ഒരു മൃഗം ഇങ്ങനെ ചാടി ഓടി വരുന്ന ശബ്ദം. വൽതഫത റജുൽ, ഈ പുരുഷൻ തിരിഞ്ഞു നോക്കി. ഇലൽ ഖൽഫ്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. വഇദാ ബിഹി യറ അസദൻ ലഹ്മൽ ജുസ്സ, അദ്ദേഹം അതാ ഒരു വലിയ സിംഹത്തെ കാണുന്നു. ലഹ്മൽ ജുസ്സ, വളരെ തടിയുള്ള വലിയ ശരീരമുള്ള, ജുസ്സ എന്ന് പറഞ്ഞാൽ ജിസ്മാണ്, ലഹ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വലിയ ഹ്യൂജ് സൈസിലുള്ള ഒരു സിംഹത്തെ കാണുന്നു. മുൻതൊലിക്കും ബിസുർഅത്തിൻ ഖയാലിയ നഹ്വ, അതെ, സങ്കല്പിക്കാൻ കഴിയുന്ന സാങ്കല്പിക സ്പീഡിൽ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് നേരെ ആ സിംഹം അടുത്ത് വരികയാണ്, ചാടി വരികയാണ്. വമിൻ ഷിദ്ദത്തിൽ ജൂഇല്ലദി അലമ്മ ബിൽ അസദ്, ആ സിംഹത്തിന്
അനുഭവിച്ച ശക്തമായ വിശപ്പ് കാരണം കാന ഹസ്റുഹു വാമിറൻ, അതിൻ്റെ വയറ് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ബിഷക്കിരിൻ വാലഹിൻ, വ്യക്തമായ രീതിയിൽ ഒട്ടി നിൽക്കുകയായിരുന്നു, മെലിഞ്ഞിരിക്കുന്നതിൻ്റെ വയർ. ലാമിർ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് നിൽക്കുക, ഒട്ടി നിൽക്കുക എന്നൊക്കെയാണ്. അഹദ റജുലു യജ്രി ബിസുർഅ, ഈ മനുഷ്യൻ വേഗത്തിൽ ഓടാൻ തുടങ്ങി. വല്ലസദു വറാഅ, പിന്നിൽ സിംഹവുമുണ്ട്. വഇൻദമ അഖദൽ അസ്അദു യഖ്തരിബു മിൻഹു, അങ്ങനെ സിംഹം ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. സിംഹം ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ റഅ റജുലു ബിഅറൻ ഖദീമ, ഈ പുരുഷൻ ഒരു പഴയ കിണർ കണ്ടു. ഫഖഫസ ഖഫസതൻ ഖവിയ്യ, ശക്തമായൊരു ചാട്ടം ചാടി. ഫഇദാ ഹുവ ഫിൽ ബിഅർ, ആ സമയത്ത് ഈ പുരുഷൻ കിണറ്റിലെത്തി. കിണറിലേക്ക്, ഒരു പൊട്ടക്കിണറിലേക്ക് ഇദ്ദേഹം എടുത്ത് ചാടുകയാണ്. സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചാടിയത്. വ അംസക ബിഹബ്ലിൽ ബിഅർ, ആ കിണറിലൊരു കയറുണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ആ കയറ് പിടിച്ചു. അംസക പിടിച്ചു, ബിഹബ്ലിൽ ബിഅർ, കിണറ്റിൻ്റെ കയറിൽ പിടിച്ചു. അല്ലദീ യുസ്ഹബു ബിഹിൽ മാഉ, വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൊട്ടിയും കയറുണ്ടല്ലോ, അതിൻ്റെ കയറാണത്. വഅഖദ റജുലു യതമർജഹു ദാഖിലൽ ബിഅർ, ഈ പുരുഷൻ കിണറിൻ്റെ ഉള്ളിൽ ഊനാലാടുന്നത് പോലെ ആടാൻ തുടങ്ങി. തമർജഹ എന്ന് പറഞ്ഞാൽ ആടുക, ഊനാലാടുന്ന പോലെ ആടുക. വഇൻദമ അഖദ അൻഫാസുഹു, അങ്ങനെ അദ്ദേഹം ശ്വാസം വിടാൻ തുടങ്ങിയപ്പോൾ അഖദ ഹദ റൗഉഹു, അദ്ദേഹത്തിൻ്റെ ഭയമൊക്കെ അടങ്ങി, പേടിയൊക്കെ അടങ്ങി. വസക്കന സഈർ അൽ അസദ്, സിംഹത്തിൻ്റെ മുരൾച്ച അത് അടങ്ങി. സിംഹം ആ കിണറ്റിൻ്റെ പുറത്ത് നിന്ന് പോയതായി ഇദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭയമൊക്കെ മാറി. വ ഇദാ ബിഹി യസ്മഉ സൗത സഈരി സുഅബാൻ, അപ്പോഴതാ ഒരു സർപ്പത്തിൻ്റെ, ഒരു വലിയ സുഅബാൻ ലഹ്മി, ഒരു വലിയ പാമ്പിൻ്റെ ഊത്ത് ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. പാമ്പ് ചീറ്റുന്ന ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. ഓരോ മൃഗങ്ങളുടെ ശബ്ദത്തിന് ഓരോ വേർഡുകളുണ്ട്. ഇപ്പോൾ സഈറു സുഅബാൻ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഊത്ത്, ചീറ്റൽ. ലഹ്മുർ റഅ്സ്, വലിയ തലയും. അരീലുൻ തൂൽ ബിജൗഫിൽ ബിഅർ, കിണറിൻ്റെ ഉള്ളിൽ നല്ല വീതിയും നീളവുമൊക്കെ ഉള്ള, പിന്നെ വലിയ തലയുള്ള ഒരു പാമ്പ് ഇങ്ങനെ ഊതുന്നത് അദ്ദേഹം കേൾക്കുകയാണ്. വഫീമാ ഹുവ യുഫക്കിറു ബിത്വരീഖത്തിൻ യതഖല്ലസു മിൻഹ മിനൽ അസദി വസ്സുഅബാൻ, മുകളിൽ പുറത്ത് സിംഹമുണ്ട്, കിണറ്റിൻ്റെ ഉള്ളിൽ പാമ്പും. അങ്ങനെ ഇദ്ദേഹം ഈ സിംഹത്തിൽ നിന്നും പാമ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ചിന്തിക്കുന്നതിനിടയിൽ ഇദാ ബിഫറൈനി അസ്വദ് വല്ലാഹറ ബിഅർ, അപ്പോഴതാ ഒരു കറുത്ത എലിയും മറ്റൊരു വെളുത്ത എലിയും യസ്അദാനി ഇല അഅ്ലൽ ഹബൽ, അത് രണ്ടും ഈ കയറിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. സഇദ അസ്അദു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറുക. വബദഅ യഖ്റുലാനി, രണ്ടുപേരും കരണ്ട് മുറിക്കാൻ തുടങ്ങി. അൽ ഹബില, ഈ കയറിങ്ങനെ കടിച്ച് മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വൻഹല റജുൽ, ആ സമയത്ത് ഈ മനുഷ്യൻ, ഈ പുരുഷൻ ആകെ അസ്വസ്ഥനായി. കാരണം കിണറ്റിൽ പാമ്പാണ്, പുറത്ത് സിംഹമാണ്, രണ്ട് എലികൾ. ആകെ രക്ഷപ്പെടാനുള്ള ഈ കരണ്ട് മുറിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഭയപ്പെട്ടു, അസ്വസ്ഥനായി. വഅഖദ യഹുസ്സുൽ ഹബ്ല ബിയദൈഹി, തൻ്റെ കൈകൊണ്ട് ആ കയറിങ്ങനെ ഇളക്കാൻ ശ്രമിച്ചു. ബുഗയത്തൻ അൻ യദ്ഹബൽ ഫഅറൈൻ, രണ്ട് എലികളെയും പോക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇളക്കുമ്പോൾ എലികൾ താഴെ വീഴാൻ വേണ്ടി അദ്ദേഹം ഈ കയറിങ്ങനെ ഇളക്കാൻ തുടങ്ങി. ബുഗയ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചുകൊണ്ട്. വഅഖദ യസീദു അമലിയത്തുൽ ഹസ്സി, അങ്ങനെ അദ്ദേഹം ഈ ഇളക്കൽ, ഇങ്ങനെ കയറിളക്കുന്ന പ്രവർത്തനം ഒന്നുകൂടി അധികരിപ്പിച്ചു. ഹത്ത അസ്ബഹ യതമർജഹു യമീനം വശിമാലൻ, അങ്ങനെ ഇദ്ദേഹം ഈ കയറുമ്മൽ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ആടിക്കളിച്ചു. കയറ് ഇളക്കി കഴിഞ്ഞാൽ ആ എലികൾ പോകുമെന്നുള്ള ധാരണയിൽ. ബിദാഹിലുൽ ബിർ, കിണറ്റിൻ്റെ ഉള്ളിലാണ് ഇദ്ദേഹം കയറ് പിടിച്ചാടുന്നത്. വഅഖദ യസ്ദമു ബിജവാനിബിൽ ബിർ, അങ്ങനെ അദ്ദേഹം ഈ കിണറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ തട്ടിയപ്പോൾ, കൂട്ടുമുട്ടിയപ്പോൾ
സദമ യസ്തമ കൊളൈഡ് വിത്ത് എന്നാണ്, കൂട്ടുമുട്ടിയപ്പോൾ. ഫബിമാ ഹുവ യസ്തദിമു അഹസ്സ ബിശൈഇൻ റതബിൻ വലസിജിൻ, ഒരു പശ പോലെയുള്ള ഒരു നനഞ്ഞ ഒരു സാധനം അദ്ദേഹം കണ്ടു, അദ്ദേഹത്തിന് ടച്ച് ചെയ്തു, അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു, കൂട്ടുമുട്ടി. അദ്ദേഹം ഒരു നനഞ്ഞ സാധനവുമായി കൂട്ടിമുട്ടി. ലറബ ബിമിർഫഖിഹി, അദ്ദേഹം തൻ്റെ കൈമുട്ടുകൊണ്ട് അതിനെ അടിച്ചു. ഇദാ ബിദാലിക ഷൈഉ, അവിടെ ഒരു സാധനം വന്നു. അസ്ലുൻ നഹലി, തേനീച്ചയുടെ തേന് വന്നു. തുബ്നി ബുയൂത്തുഹ, അവിടെ തേനീച്ച തൻ്റെ വീട് നിർമ്മിച്ചിട്ടുണ്ട്. ഫിൽ ജിബാലി തബ്നി ബുയൂത്തുഹ ഫിൽ ജിബാലി വഅലൽ അസ്ജാരി വകദാലിക ഫിൽ കുഹൂഫി. അതെ, തേനീച്ചയെ പരിചയപ്പെടുത്തുകയാണ്. തേനീച്ച എന്ന് പറഞ്ഞാൽ വീടുകളിൽ, അത് പർവ്വതങ്ങളിൽ നിന്ന് അതിന് വീടുകളുണ്ടാവും, മരങ്ങളിലുണ്ടാവും, അതുപോലെ ഗുഹകളിൽ, ചില കിണറുകളിലൊക്കെ അവർക്ക് തേനീച്ചകൾക്ക് വീടുകൾ ഉണ്ടാവും. അപ്പം അതുപോലെ ഒരു തേനീച്ചയുടെ വീടാണ്. അമിൻ ഷിദ്ദത്തി ഹലാവത്തിൽ അസിൽ, അങ്ങനെ ഈ തേനിൻ്റെ മധുരത്തിൻ്റെ ശക്തി കൊണ്ട് നസിയൽ മൗഖിഫല്ലദീ ഹുവ ഫീഹി, അദ്ദേഹം ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം അദ്ദേഹം മറന്നു. വഖാമ റജുൽ ബിത്തദവ്വുകി മിൻഹു, തേന് രുചിക്കാൻ തുടങ്ങി മനുഷ്യൻ. ഫഅഖദ ലഅഖതൻ വഖറ ദാലിക, അദ്ദേഹം തേന് വായിലേക്ക് ഒഴിച്ചിങ്ങനെ കുടിക്കാൻ തുടങ്ങി. അതിങ്ങനെ രുചിച്ച് നക്കി കുടിക്കാൻ തുടങ്ങി. ലഅഖത്ത് എന്ന് പറഞ്ഞാൽ തേന് ഇങ്ങനെ വായിൽ ഇട്ടിട്ട് വായിലേക്ക് ഔൺസായിട്ട് കുടിക്കുന്നതിനാണ് ലഅഖത്ത് എന്ന് പറയാം. അങ്ങനെ തേന് കുടിക്കാൻ തുടങ്ങി. വഫുജ്അതൻ ഇസ്തൈഖള റജുൽ, പെട്ടെന്ന് ഈ മനുഷ്യൻ ഉണർന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉറക്കം മാറി, ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മുസ്അജൻ, അസ്വസ്ഥനായിക്കൊണ്ട്. ഫഖദ് കാന ഹൽമൻ, ഇതൊരു സ്വപ്നമായിരുന്നു. വഖററ റജുൽ അൻ യദ്ഹബ ഇല ശഖസ് യുഫസ്സിറു ലഹുൽ ഹൽമ, അങ്ങനെ ഈ പുരുഷൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. വദഹബ ഇല ആലിമിൻ, അങ്ങനെ ഒരു പണ്ഡിതൻ്റെ അടുക്കലേക്ക് പോയി. വ അഖ്ബറഹു ബിൽ ഹൽമി, അദ്ദേഹത്തോട് തൻ്റെ ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഫളഹിക ശൈഖു, ആ സമയത്ത് ആ പണ്ഡിതൻ ചിരിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അലം തഅരിഫ് തഫ്സീറഹു, താങ്കൾക്ക് ഇതിൻ്റെ വിശദീകരണം അറിയില്ലയോ? ഖാല റജുലുല്ല, ഈ മനുഷ്യൻ പറഞ്ഞു, ല, എനിക്കറിയില്ല. ഖാല ലഹു, ഈ ഷെയ്ഖ് പറഞ്ഞു, അൽ അസദുല്ലദീ യജ്രി വറാഅക ഹുവ മലക്കുൽ മൗത്ത്, നിൻ്റെ പിന്നാലെ സഞ്ചരിച്ച ആ സിംഹം അത് മരണത്തിൻ്റെ മാലാഖയാണ്, മലക്കാണ്. മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം, അദ്ദേഹമാണത്, മലക്കാണ്, മരണത്തിൻ്റെ മാലാഖയാണ്. വൽ ബിഅറുല്ലദീ ബിഹി അസ്സുഅബാൻ ഹുവ ഖബ്റുക, അതുപോലെ നിൻ്റെ കിണറ്റിൽ നീ ഒരു പാമ്പിനെ കണ്ടില്ലേ, അത് നിൻ്റെ ഖബറാണ്. വൽ ഹബലുല്ലദീ തതഅല്ലഖു ബിഹി ഹുവ ഉംറുക, നീ തൂങ്ങിപ്പിടിച്ച കയറ് അത് നിൻ്റെ ആയുസ്സാണ്, നിൻ്റെ ജീവിതത്തിലെ ആയുസ്സാണ്. വൽ ഫഅ്റാനുൽ അസ്വദ് വൽ അബിയദ്, നീ കണ്ട ആ കറുത്ത അതുപോലെ വെളുത്ത രണ്ട് എലികൾ, ഹുമാ അല്ലൈലു വന്നഹാർ, രാത്രിയും പകലുമാണത്. യകുസ്സൂന മിൻ ഉംരിക്, അവർ നിൻ്റെ ആയുസ്സിനെ കരണ്ട് തിന്നു തീർക്കുന്നു, മുറിച്ചു കളയുന്നു. ഖാല വൽ അസ്ലു യാ ഷെയ്ഖ്, എന്താണ് ഷെയ്ഖെ ആ തേന് എന്ന് ഇദ്ദേഹം ചോദിച്ചു. ഖാല, ആ ഷെയ്ഖ് മറുപടി പറഞ്ഞു, ഹിയ ദുന്യ, അത് ഈ ഭൗതിക ജീവിതമാണ്. മിൻ ഹലാവത്തിഹ, അതിൻ്റെ മാധുര്യത്തിൽ, അൻസത്ക, നിന്നെ ആ ഭൗതിക ലോകത്തിൻ്റെ മാധുര്യം നിന്നെ മറപ്പിച്ചു കളഞ്ഞു. അന്ന വറാഅക മലക്കുൻ മൗത്തുൻ വഹിസാബ്, നിൻ്റെ പിന്നിൽ മരണവും വിചാരണയും വരാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിന്നെ മറപ്പിച്ചു കളഞ്ഞു. ഒരു അർത്ഥവത്തായ കഥയാണ്. ഇനി നമുക്ക് ഇതിലെ ചില പദങ്ങൾ നോക്കാം. അൽ മുഫ്രദാത്ത് പദങ്ങൾ. തമഷ എന്ന് പറഞ്ഞാൽ മഷ, നടന്നു. അദ്ഗാൽ ജമു ദഗൽ അജുമ്മത്തുൻ, കാട്, ഇടതൂർന്ന വനം. ഖല്ലാബ ജദാബ, ആകർഷണീയമായ. ഹത്തുൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ, ഭൂമധ്യരേഖ. തഗരീദ് എന്ന് പറഞ്ഞാൽ ഗന, പാട്ട്, രാഗം. ബിഹുക്കുമ്, ഡ്യൂ ടു. അബീർ, അത്തർ, പെർഫ്യൂം. അദവ എന്ന് പറഞ്ഞാൽ റഖല, അഥവാ റഖല, ചാടി, ഓടി എന്നൊക്കെയാണ്. ജുസ്സ, ജിസ്മ്, ശരീരം. ലഹ്മൻ എന്ന് പറഞ്ഞാൽ കബീറൻ, വലിയ.
ഹസറ, ഹസർ പറഞ്ഞാൽ വസ്ത്, നമ്മുടെ ഈ ഊരക്കാണ് ഹസർ എന്ന് പറയാം, വയറ് എന്നുള്ള അർത്ഥത്തിൽ. അൽ മുറാദുന അൽ ബത്തൻ, വയറാണ്, സിംഹത്തിൻ്റെ വയറ്, അവിടെയാണ് ഹസർ എന്ന് പറയുന്നത്. ഖഫസ വസഫ, ചാടി, വസബ ചാടി. തമർജഹ എന്ന് പറഞ്ഞാൽ ഇഹ്തസ തദബ്ദബ കമാഫിൽ ഉർജുഹ, ഊനാലിലുള്ളതുപോലെ ഇങ്ങനെ ആടിക്കളിക്കുക. ഉർജുഹ എന്ന് പറഞ്ഞാൽ ഊനാൽ. റൗ ഹൗഫ്, ഭയം. ഇൻഹല ജസ, അസ്വസ്ഥനാവുക. ലഅക്കത്ത് പറഞ്ഞാൽ ലഹസ ഐ തനാവലഹു ബില്ലിസാൻ, നാവ് കൊണ്ട് കഴിക്കുക, നക്കി കഴിക്കൂലേ, തേനൊക്കെ നക്കുന്നതിനാണ് ലഅക്ക എന്ന് പറയാം. മുസ്ഇജ്, മുലായിക്, ഡിസ്റ്റർബിങ്, അസ്വസ്ഥത. ഹുലുമ എന്ന് പറഞ്ഞാൽ ബിളമ്മിൽ മുഹ്മല ഹുൽമ എന്നാണ്, പുള്ളിയില്ലാത്ത ഹ ലമ്മാണ് കൊടുക്കേണ്ടത്, ഹുൽമ. മനാം, സ്വപ്നം എന്നാണ്. ഖസ്സ എന്ന് പറഞ്ഞാൽ കഥ, മുറിക്കുക. ഇനി ഇതിലെ ചോദ്യോത്തരങ്ങളാണ്. ഐന കാന റജുലി യംശി, ആ പുരുഷൻ എവിടെയായിരുന്നു നടന്നിരുന്നത്? കാട്ടിലൂടെയായിരുന്നു അല്ലേ. കൈഫ കാന യംശി, എങ്ങനെയായിരുന്നു നടന്നിരുന്നത്? കാട്ടിലുള്ള ഓരോ കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ്. കൈഫ കാനൽ അസദ്, സിംഹം എങ്ങനെയായിരുന്നു? മാതാ ഫഅല റജുലു ഹീന മർതകബ മിൻഹുൽ അസദ്, ഇഖ്തറബ മിൻഹുൽ അസദ്, ഈ സിംഹം അദ്ദേഹത്തിനോട് അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അപ്പോൾ കിണറ്റിലേക്ക് എടുത്ത് ചാടി എന്നുള്ളതാണ്. മാതാ സമിയ റജുലു മിൻ ജൗഫിൽ ബിയർ, കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പുരുഷൻ എന്താണ് കേട്ടത്? ഒരു പാമ്പ് ഊതുന്നത് കേട്ടില്ലേ? മാഹിയ ഹലാബത്തുൽ അസൽ, എന്താണ് തേനിൻ്റെ മാധുര്യം? അപ്പോൾ ഈ ദുന്യാവിൻ്റെ ആഡംബരം അല്ലെങ്കിൽ അതിൻ്റെ സുഖമാണ്. ഇലാ ഐന ദഹബ റജുലു ലിസ്തിഫ്സാരിൽ ഹുലം, സ്വപ്ന വിശദീകരണത്തിന്, വ്യാഖ്യാനത്തിന് ഈ പുരുഷൻ ആരുടെ അടുക്കലേക്കാണ് പോയത്? അപ്പോൾ അതിൻ്റെയൊക്കെ ചോദ്യവും ഉത്തരം എഴുതുക. ഇനി അൽ ഖിസ്സത്തുൽ ഖസീറ, ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ കിതാഅത്തുൻ നസരിയ, ഒരു ഗദ്യ സാഹിത്യ കഷ്ണമാണത്. കിതാഅത്താണ്, ഒരു പീസാണ്. യുആലിജു ഫീഹ അൽ കാത്തിബു, അതിലൂടെ ഒരു എഴുത്തുകാരൻ അദ്ദേഹം ആവിഷ്കരിക്കുന്നു. ജാനിബ മിൻഹൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെയാണ് അതിലൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. യർക്കുസു ഫീഹി ഫിക്റഹു, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹം അതിൽ കേന്ദ്രീകരിക്കുന്നു. ഫല യസീദു അലൽ മഖ്സൂദ്, അത് ഉദ്ദേശിക്കപ്പെട്ടതിനേക്കാൾ അധികരിപ്പിക്കാറില്ല. വഹുവ യക്തസിറു അല സർദിൻ ഹാദിസത്തിൻ ഔ ബിള ഹവാദിസിൻ കസീറ, വളരെ ചുരുങ്ങിയ ചില സംഭവങ്ങൾ, അല്പം സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭവം, ഇതിനെയൊക്കെ നെറേറ്റ് ചെയ്യുക, അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഷോർട്ട് സ്റ്റോറി ഉണ്ടാവുക. തഅലഫ മിൻഹ മൗദൂഉൻ മുസ്തഖിലൻ, ഒരു സ്വതന്ത്ര വിഷയം അതിലുണ്ടാവും. ബിശഖ്സിയാത്തിഹി വ മുഖവ്വമാത്തിഹി, അതിൻ്റെ ഘടകങ്ങൾ, അതുപോലെ ആ കഥയുടെ വ്യക്തിത്വങ്ങളൊക്കെ, ക്യാരക്ടറിസ്റ്റിക് ഒക്കെ അതിലുണ്ടാവും, ക്യാരക്ടേഴ്സ്. വഅനാസിറുൽ ഖിസ്സ അൽ ഹിക്കായ, പൊതുവെ ഒരു സ്റ്റോറിയുടെ ഘടകങ്ങളായിട്ട് അൽ ഹിക്കായ, നറേഷൻ, ഷഖ്സിയാത്ത്, അതിലുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ വൽ ഉഖ്ദ, അതിലുള്ള ഒരു പ്രോബ്ലം, വൽ ഹല്ലു, അതിൻ്റെ ഒരു പരിഹാരം, സൊല്യൂഷൻ, ഇതൊക്കെയാണ് ഉണ്ടാവുക. വൽ ഹിക്കായത്തു മജ്മുഅത്തുൻ മിനൽ അഹ്ദാസി വശഖ്സിയാത്ത്, അപ്പോൾ ഈ നറേഷൻ അത് ഒരു കൂട്ടം സംഭവങ്ങൾ, അതുപോലെ ഒരു കൂട്ടം ക്യാരക്ടേഴ്സാണ്. ഹുമുന്നാസുല്ലദീന ഫിൽ ഖിസ്സ, അവരാ കഥയിലുണ്ടാവുന്ന ആളുകളാണ് ഷഖ്സിയാത്ത് എന്ന് പറഞ്ഞാൽ. ലുഖ്ദത്തു, ഈ പ്രോബ്ലം എന്ന് പറയുന്നത് മൗദൂഉൽ ഖിസ്സ, ഖിസ്സയുടെ വിഷയമായിരിക്കും. വൽ ഹല്ലു, അതിലെ പരിഹാരം എന്നുള്ളത് നഖ്ലുൽ മുഷ്കില, ആ ഒരു പ്രശ്നത്തെ പൊളിച്ചു കളയുന്ന, ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അതിലെ ഹല്ല്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. തഖ്സീസ്, അസൈൻമെൻറ്റ്. ഉക്തുബ് ഖിസ്സത മിൻ ഖയാലിക, സ്വന്തമായിട്ടൊരു കഥ എഴുതുക. ഉക്തുബ് മാ തറ ഫിൻ നസ്സി മിൻ മലാരി തബിയ, ഇനി ഈ ടെക്സ്റ്റിലുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ പറഞ്ഞല്ലോ, അത് എടുത്തെഴുതുക ടെക്സ്റ്റിലുള്ളതുപോലെ. ഉക്തുബ് അംസിലത്തൻ മുമാസില, ഇതുപോലെയുള്ള മിസാലുകൾ, ഉദാഹരണങ്ങൾ എടുത്തെഴുതുക. അദുവുൻ ശരീഉൻ ബിറുൻ കദീമത്തൻ, അപ്പോൾ അതുപോലെയുള്ള വാക്കുകൾ, ഒരു മുബ്തദയും ഖബറും വരുന്ന രീതിയിൽ, സിഫത്തും മൗസൂഫും വരുന്ന രീതിയിൽ ബാക്കി കൂടി എടുത്തെഴുതുക. ഒരു 7 കൂടെ അതിൻ്റെ കൂടെ എഴുതുക. പിന്നെ ഹബലുൽ ബിർ, കിണറ്റിൻ്റെ കയറ്, ഒരു മുലാഫ് മുലാഫിലയാണ്, 2 ഇസ്മുകളെ വെച്ചിട്ട് അതുപോലെ സമാന്തരമായിട്ടുള്ള ബാക്കി വാക്കുകൾ എഴുതുക. ബിഹുക്കുമി, ഡ്യൂ ടു, അപ്പോൾ അതുപോലെയുള്ള പദങ്ങൾ എഴുതുക. ഫിസ്ദിയാദിൻ, പിന്നെ
മിനന്നവും ഉറക്കിൽ നിന്ന്, ഹുവ മലക്കുൽ മൗത്ത്. അപ്പോൾ ഇതിനോട് സമാന്തരമായ വാക്കുകൾ ഉദാഹരണങ്ങളെടുത്ത് എഴുതുക. ഇസ്താമിൽ ഫിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. അലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിച്ചു, അനുഭവിച്ചു എന്നൊക്കെയാണ്. തതഅല്ലഖു ബന്ധപ്പെടുന്നു, തദൂഖു പിന്നെ രുചിക്കുന്നു, ഹലാവത്ത് മാധുര്യം, വറാ പിന്നിൽ, തമർജഹ എന്ന് പറഞ്ഞാൽ അവിടെ ആടുന്നു, അഹദ എടുത്തു. അപ്പോൾ ഈ വാക്കുകൾ വെച്ചിട്ട് ഓരോ ജുംലകൾ എഴുതുക. ഇത്രയുമാണ് നമ്മുടെ ഈ യൂണിറ്റിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.